നമസ്കാരം സുഹൃത്തുക്കളെ. യഥാർത്ഥ അന്വേഷണ റിപ്പോർട്ട് എയർ ഇന്ത്യ ആക്സിഡന്റിന്റെ പുറത്തു വന്നാലും എയർ ഇന്ത്യ പൂട്ടിക്കെട്ടേണ്ടി വരുമോ? ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നേ പിന്നെ ഓൺലൈനിൽ, സോഷ്യൽ മീഡിയയിലും ന്യൂസ് മീഡിയയിലും കോലാഹലങ്ങളാണ്. ഒരു വിഭാഗം ബോയിങ്ങിനെ അനുകൂലിക്കുന്നു, വെസ്റ്റേൺ പൈലറ്റ്സ്. ഒരു വിഭാഗം ഇന്ത്യൻ പൈലറ്റ്സ് ക്യാപ്റ്റൻ സുമിത്തിനെയും ക്യാപ്റ്റൻ ക്ലൈവിനെയും വെള്ളപൂശാൻ വേണ്ടി വരുന്നു. ഇതൊരു ചൈനീസ് ആക്രമണം അല്ലെങ്കിൽ അജണ്ട എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും എന്താ പറയുന്ന ഒരു അന്താളിപ്പിലാണ്. ശരിക്കും ഈ റിപ്പോർട്ടും ഒരു അന്താളിപ്പിലാണ് അവസാനിച്ചിരുന്നത്. ഒരു ആംബിഗ്വിറ്റി, അതായത് എവിടെ പോകണം, ഏത് ദിശയിലേക്ക് തിരിയണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഈ റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ. ഇനി ഒരു വർഷം കൂടി ഉണ്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പുറത്തു വരാൻ. അടുത്ത വർഷം ജൂൺ 25 റിപ്പോർട്ട് കൊടുത്താൽ മതി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, യഥാർത്ഥ വിവരങ്ങൾ മറച്ചു വിൽക്കുകയാണോ? അതായത് യഥാർത്ഥ വിവരം പുറത്തു വന്നാൽ എയർ ഇന്ത്യ അടച്ചു പൂട്ടേണ്ടി തന്നെ വരുന്നതായിരിക്കും. കാരണം ക്യാപ്റ്റൻ സുമിത്തിന്റെ ശവസംസ്കാരം ജൂൺ 18-നായിരുന്നു, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള നിസ്സംഗതത, അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ സീനിയർ മാനേജ്മെന്റിൽ ആരും പങ്കെടുത്തില്ല എന്നൊരു വിവരം മീഡിയയിൽ പരക്കുന്നുണ്ട്. അതായത് കോക്പിറ്റ് വോയിസ് റെക്കോർഡ് ഡീകോഡ് ചെയ്തു. കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ ദേ ഫൗണ്ട് ദിസ് ഡിസ്റ്റർബിങ് കോൺവെർസേഷൻ. നമ്മളെല്ലാം കേട്ടതാണ്, നീയാണോ ഞാനാണോ, നീ എന്തിനു ചെയ്തു എന്നുള്ള സീരിയസ് കോൺവെർസേഷൻ കിട്ടിയപ്പോൾ തന്നെ എയർ ഇന്ത്യക്ക് ഏകദേശം ക്ലൂ കിട്ടിക്കഴിഞ്ഞു. ദിസ് മൈറ്റ് ബി പൈലറ്റ് കമ്മിറ്റ് സൂയിസൈഡ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. നമുക്കൊരു എയർ ഇന്ത്യയുടെ കൾച്ചർ വെറുതെ വിട്ടേക്ക്. ടാറ്റയുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ 2008 26/11 കണ്ട ശേഷമാണ് രത്തൻ ടാറ്റ അന്ന് താജ് ഹോട്ടലിൽ മരിച്ച ഓരോ വ്യക്തിയും വീട്ടിൽ പോകുന്നു, ആശ്വസിപ്പിക്കുന്നു. ടാറ്റ മരിച്ചുപോയി എന്നാൽ പോലും ആ ഒരു കൾച്ചർ പൂർണ്ണമായിട്ടും ടാറ്റയിൽ നിന്ന് പോയിട്ടില്ല. ടാറ്റയുടെ ചെയർമാൻ ചന്ദ്രശേഖർ ഒരിക്കൽ പോലും എയർ ഇന്ത്യ മെയിൻ പൈലറ്റ് ക്യാപ്റ്റൻ സുമിത് ഏകദേശം 30 വർഷത്തോളമായി എയർ ഇന്ത്യയുടെ സർവീസിലുള്ള വ്യക്തിയാണ്. ഏകദേശം 94 ജോയിൻ ചെയ്ത് സീനിയർ മോസ്റ്റ് കമാൻഡർ. ഇത്രയും വർഷത്തെ സുസ്ഥിരമായിട്ടുള്ള സേവനത്തിന് ശേഷവും എയർ ഇന്ത്യയുടെ സീനിയർ മാനേജ്മെന്റ് അദ്ദേഹത്തിന് വീട്ടിൽ പോയി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളൊരു ശ്രുതി അന്ന് മുതൽ ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് റിപ്പോർട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ആക്കം കൂട്ടുകയാണ്. എയർ ഇന്ത്യ ആദ്യ മണിക്കൂറുകൾ അല്ലെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ മനസ്സിലാക്കിയോ ദിസ് ഈസ് എയർ ഇന്ത്യയുടെ പൈലറ്റിന്റെ ബ്ലെയിം ആണോ എന്നുള്ളത്. ഇന്ന് പോലും എയർ ഇന്ത്യയുടെ സിഇഒ എയർ ഇന്ത്യ ക്യാപ്റ്റൻ അല്ല, അദ്ദേഹം ക്യാമ്പൽ. അദ്ദേഹം ഒരിക്കൽ പോലും പൈലറ്റിനെ വെള്ളപൂശാൻ വന്നിട്ടില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് പല ചോദ്യങ്ങളിൽ നിന്നും. കാരണം യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വന്നാൽ എയർ ഇന്ത്യക്ക് മാത്രമല്ല, ഏവിയേഷൻ സെക്ടർ തന്നെ കംപ്ലീറ്റ്ലി ഒരു ആശ്ചര്യവും അതോടൊപ്പം തന്നെ ഒരു ഉത്കണ്ഠയും ഭയം ഉളവാക്കും. കാരണം കോക്പിറ്റുകളിലേക്ക് നിരോധിക്കപ്പെട്ട മയക്കുമരുന്നുകളും മഷ്റൂംസുകളും പിന്നെ ആൻറ്റി ഡിപ്രഷൻ മെഡിസിനുകളും വരികയാണോ? കാരണം ഒരുപാട് പേര് പറഞ്ഞു ബ്രെത്ത് അനലൈസർ എന്ന് പറഞ്ഞു. ഞാനൊരു എയർലൈൻ സ്റ്റാഫ് ആയിരുന്നു വർഷങ്ങളോളം. ബ്രെത്ത് അനലൈസറിൽ ചുക്കും പിടിക്കപ്പെടില്ല. കാരണം നിങ്ങൾക്ക് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ അറിയാൻ സാധിക്കൂ. അത് 12 മണിക്കൂർ മുമ്പ് നിങ്ങൾ മദ്യപാനം, ദാറ്റ്സ് ഇറ്റ്. കഞ്ചാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിപ്രഷൻ മെഡിസിൻസുകളോ അല്ലെങ്കിൽ മഷ്റൂംസുകളോ MDMA നിങ്ങൾ ഉപയോഗിച്ചാൽ നോ, സിസ്റ്റം കനോട്ട് പിക്ക് ഇറ്റ് അപ്പ്. കാരണം ഇത് വിരൽ ചൂണ്ടുന്നത് ഈ പറയുന്ന കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. കാരണം ഇറ്റ് സിസ്റ്റം ഈസ് ഗെറ്റിംഗ് അഡ്വാൻസ്ഡ്. കാരണം ഞാൻ പറയുന്നത് ക്യാപ്റ്റൻ സുമിത് ഉപയോഗിച്ചു എന്നല്ല പറയുന്നത്. ഏവിയേഷൻ സൈക്കോളജിസ്റ്റ് പോലും ഈ ഒരു പാനലിൽ വന്നിരിക്കുന്നതിന് കാരണം അതാണ്. ഇറ്റ്സ് ലീഡിങ് ടു ഹിസ് മെന്റൽ സ്റ്റേജ്. കാരണം ഈ 2 സ്വിച്ചാണ് ഒരേ നിമിഷം, അതായത് 1 മിനിറ്റിന്റെ ഇടവേളകളിൽ ഓണും ഓഫായിരിക്കുന്നത്. കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് പോയി, അല്ല റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് പോയി, കട്ട് ഓഫിൽ നിന്ന് റണ്ണിലേക്ക് വിത്തിൻ സെക്കൻഡ്സ്, 10 സെക്കൻഡ്സ്. ഒരുപാട് പേര് പറയുകയാണ് ഡീഫോൾട്ട് സോഫ്റ്റ്വെയർ ഗ്ലിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാഹ്യ ഇടപെടലായിരിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കോമൺ സെൻസ്, അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ സ്വിച്ച് ഇട്ടാൽ അതിന് പുറകിൽ വോൾട്ടേജ് പോകുന്നതായിരിക്കും. ദാറ്റ്സ് വാട്ട് ഫംഗ്ഷൻ അല്ലേ. ഒരു സ്വിച്ചിന്റെ അർത്ഥം ഒന്നാണ്, യു ടേണിംഗ് ഇറ്റ് ഓൺ, ഒരു വോൾട്ടേജ് പോകുന്നതായിരിക്കും. ആ വോൾട്ടേജ് എന്തിനാണ് പോകുന്നത്? ട്രിഗറിങ് ഇറ്റ്. ഈ FDR ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ ഈ പറയുന്ന കട്ട് ഓഫ് സ്വിച്ച്, ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ടേൺ ഓൺ ഓഫ് ആയിരിക്കുന്ന വോൾട്ടേജ് പോയിട്ടുണ്ട്. ഇറ്റ്സ് പിക്ക് ഇറ്റ് അപ്പ് ഫ്രം FDR. വിത്തിൻ 10 സെക്കൻഡ്സിന് ശേഷം റീസെറ്റ് ചെയ്ത വോൾട്ടേജും പോയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ബോയിങ് എന്ന് പറയുന്നത് അന്വേഷണം ഒരു ആംബിഗ്വിറ്റി, ഒരു ദിശയില്ലായ്മയിലേക്ക് സൂചിപ്പിച്ചെങ്കിൽ അവസാനിപ്പിക്കാനാണ്. കാരണം ഒരു സ്വിച്ചിന്റെ ഇപ്പം ഈ പറഞ്ഞ സ്വിച്ചിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ബോയിങ് 787 ഒന്നും പറക്കില്ല. ഇമ്മീഡിയറ്റ്ലി ഗ്രൗണ്ടഡ്. ഗ്രൗണ്ട് ചെയ്ത് അവരൊരു ബുള്ളറ്റും പുറത്ത് വിട്ടു. ചെക്ക് എവറി എയർലൈൻ, നിങ്ങളുടെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ചെക്ക് ചെയ്യാനുള്ള ബുള്ളറ്റിങ്ങിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് അന്വേഷണ പ്രാഥമിക റിപ്പോർട്ട്.
ഓക്കെ. കാരണം വലിയ വിരൽ ചൂണ്ടിക്കണം. ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്യൂവൽ സ്വിച്ചിന്റെ വോൾട്ടേജ് കൺട്രോൾ പോയിരിക്കുക. രണ്ടാമത് പറയുന്നത് ഈ ജിയുടെ എഞ്ചിനാണ്. ഓക്കെ, ഇത് പണ്ട് കാലത്തെ എഞ്ചിൻ, പണ്ട് കാലത്ത് പോലും അല്ല. എവറി സെക്കൻഡ്, എവറി മിനിറ്റ് എഞ്ചിൻ ഈസ് എമിറ്റിംഗ്. എഞ്ചിൻ എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യാണ്, അതിന്റെ സെൻസർ എമിറ്റ് ചെയ്യാൻ ഡേറ്റ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എഞ്ചിൻ ഹെൽത്ത് കൺട്രോൾ പഴയ പോലും അല്ല. ഓരോ നിമിഷവും ഈ പറയുന്ന എഞ്ചിനിൽ നിന്ന് പോകുന്ന ഡേറ്റ ഏതെങ്കിലും സെർവറിൽ AWS സെർവറിൽ പോയി ഏതെങ്കിലും ഒരു ഡേറ്റ ബ്രിക്സിലോ സ്നോഫ്ലേക്സിലോ പോലെ ഡേറ്റ സെന്ററിൽ സ്റ്റോർ ചെയ്ത് റിയൽ ടൈമിൽ എഞ്ചിനീയേഴ്സിനും ടെക്നീഷ്യൻസിനും ഈ പറഞ്ഞ എഞ്ചിന്റെ ഹെൽത്ത് മോണിറ്ററിങ്, അതിന്റെ യഥാർത്ഥ അവസ്ഥയെ പറ്റി അറിയാൻ പറ്റും. ഈ അപകടം നടക്കുന്നതിന്റെ 1 മിനിറ്റ് മുമ്പ് വരെയുള്ള ഡേറ്റ ആരുടെ കയ്യിലുണ്ട്? ജിയുടെ കയ്യിലുണ്ട്. ഒരു കാരണവശാലും ജി അംഗീകരിക്കില്ല. കാരണം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പോലും 1 മിനിറ്റ് മുമ്പ് വരെ, കാരണം ഇറ്റ് ടേക്ക് ലാഗ് ഉണ്ടായിരിക്കും. കാരണം യു സെൻഡ് ഡേറ്റ എമിറ്റ് ചെയ്തു, ഡേറ്റ പിക്കപ്പ് ചെയ്തു, സ്റ്റോർ ചെയ്തു, തിരിച്ച് ഈ പറയുന്ന ടെക്നീഷ്യൻ ഐപാഡിലേക്ക് വരണമെങ്കിൽ ലാഗ് ഉണ്ട്. 1 മിനിറ്റ് മുമ്പ് വരെ ഡേറ്റയിൽ ഒരിക്കൽ പോലും ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളുമില്ല. സോള ബോർഡിൽ ഇതുപോലൊരു അവസ്ഥയിലല്ലാതെ 1 സെക്കൻഡ് കൊണ്ടാണ് ഈ പറയുന്ന ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ആ പാറ്റേൺ പോലും വളരെ പെക്യുലർ ആണ്. കാരണം ഒരു പൈലറ്റ് റിയൽ ടൈമിൽ എയർക്രാഫ്റ്റ് ലാൻഡായി പാർക്ക് ചെയ്തു, പാർക്കിംഗ് ബ്രേക്സ് ഓൺ ആയതിനു ശേഷം നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഫ്യൂവൽ കട്ട് ഓഫ്, അതും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അവർ ഡെയിലി ചെയ്യുന്ന ഒരു ജോലിയാണ്. ആ സെയിം പാറ്റേൺ ആണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. ഇനി പലരും പറയുന്നു സോഫ്റ്റ്വെയർ ഗ്ലിച്ച്, ഒരുമിച്ച് 2 സ്വിച്ചുകൾ അപ്രത്യക്ഷമാകും. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മളൊരു സ്വിച്ചിന്റെ പുറകിൽ ഒരു കോഡ് എഴുതുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യില്ല. അതായത് പറയുന്നത് ഒരേ കോഡായിരിക്കില്ല 2 കോഡിനും 2 സ്വിച്ചിനും പുറകിൽ. ഒരു കാരണവശാലും എന്ത് പറയുന്ന മൾട്ടിപ്പിൾ ഫെയിലിയർ, കാരണം നമ്മളവിടെ കണ്ടീഷൻസ് വെക്കുന്നതായിരിക്കും. എന്ത് കാരണം വെച്ചാൽ ഒരു കാരണവശാലും 2 സ്വിച്ച് ഒരു കാരണവശാലും ഫെയിൽ ആക്കാൻ നമ്മൾ അനുവദിക്കില്ല. ബേസിക് കോഡ് ചെയ്യുന്ന ഒരാൾക്ക് പോലും അത് ചെയ്യാത്തൊരു സംഭവം. ഇത്ര സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉള്ള ബോയിങ് പോലെ കമ്പനിയിൽ അത്തരത്തിലുള്ള കോഡ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവിടെ കണ്ടീഷൻസ് വെക്കും, ട്രൈ ക്യാച്ച് വെക്കും. അവർ ഇൻ കേസ് ഫെയിലർ ആയി കഴിഞ്ഞാൽ മറ്റേ സ്വിച്ച് ഒരു കാരണവശാലും ഫെയിൽ ആവാതിരിക്കാനായിട്ട് വിത്തിൻ 1 സെക്കൻഡ്. എല്ലാം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്. ഇത് ആദ്യമായിട്ടല്ല ഈ പറയുന്ന ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ആക്കുന്നത്. അമേരിക്കയിൽ 1 വർഷം മുമ്പ് അലാസ്ക എയർലൈൻസിന്റെ പൈലറ്റ്, അദ്ദേഹം ഒരു നോൺ ഫ്ലൈയിങ് പൈലറ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു യാത്രക്കാരനായിരുന്നു. കോക്പിറ്റിൽ ഇരുന്നു, സുഹൃത്തായതുകൊണ്ട് കോക്പിറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പക്ഷെ അദ്ദേഹം സൈഡിലേക്ക് മഷ്റൂംസ് അടിച്ച ശേഷം വന്ന് മിഡ് എയറിൽ വെച്ചിട്ട് അദ്ദേഹം 2 എഞ്ചിനും ഓഫാക്കി. സെയിം ഈ ഫ്യൂവൽ കട്ട് ഓഫിലേക്ക് ആക്കി. ന്യൂസൊക്കെ ഉണ്ട്. അലാസ്ക എയർലൈൻസ് പൈലറ്റ് ഗൂഗിൾ അടിച്ചു നോക്കുക, അദ്ദേഹം ചെയ്തതാണ്. അന്ന് അവർക്ക് ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അതായത് ഡസന്റ് മാറ്റർ, 30,000 അടിയിൽ വെച്ചിട്ട് വെൻ യു ടേൺ ഇറ്റ് ഓഫ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വിത്തിൻ 10 അല്ലെങ്കിൽ 20 സെക്കൻഡ് കൊണ്ട് വെൻ യു റൺ അഗെയിൻ എൻജിൻസ് പമ്പ് ചെയ്യും, ഫ്യൂവൽ പമ്പ് ചെയ്യും, ഇഗ്നേറ്റ് ചെയ്യും, പമ്പ് ചെയ്യും. എയർ ഇന്ത്യയുടെ അവസ്ഥയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾട്ടിറ്റ്യൂഡ് ഉണ്ടായിരുന്നില്ല, വെരി ലോസ് ഓൾട്ടിറ്റ്യൂഡ്. ഒരു 100 അല്ലെങ്കിൽ 200 മീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കഷ്ടിച്ച് കടന്നുകൂടിയാണ് ഈ പറഞ്ഞ ഫ്ലൈറ്റ്. കാരണം ഡേറ്റ കാണുന്നുണ്ട് 10 സെക്കൻഡും കൊണ്ട് ഏതോ ഒരു ക്യാപ്റ്റൻ മനധൈര്യം അല്ലെങ്കിൽ ആ പറയുന്ന സ്ഥലകാല ബോധം ഏറ്റെടുത്ത് 10 സെക്കൻഡ് കൊണ്ട് കട്ട് ഓഫ് ആയ എഞ്ചിനെ വീണ്ടും ഇഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ എഞ്ചിൻ ഇഗ്നേറ്റ് ആയി, ഫ്യൂല് പമ്പ് ചെയ്തു, പക്ഷെ ത്രസ്റ്റ് പുറപ്പെടുവിക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം എല്ലാ FDR റെക്കോർഡുണ്ട്. കാരണം ചൂട് വന്നു തുടങ്ങിയപ്പോൾ എക്സോസ്റ്റ് പിക്കപ്പ് ചെയ്ത് തുടങ്ങി. അത്രയും എഞ്ചിൻ നമ്പർ 1 സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ്, കുറച്ച് പ്രൊഡ്യൂസ് തുടങ്ങി. പക്ഷെ വോൾട്ടിറ്റ്യൂഡ് അവരയിൽ ഈ പറയുന്ന ഫീറ്റ് ഉണ്ടായിപ്പോയില്ല. ഒരു 100 അല്ലെങ്കിൽ 200 ഉണ്ടായിരുന്നെങ്കിൽ കഷ്ടിച്ചൊരു പക്ഷെ കടന്നുകൂടിയാണ് അവർ. ഓൾമോസ്റ്റ് 2 എഞ്ചിനും ബാക്ക് ടു നോർമലായി ത്രസ്റ്റ് കിട്ടിയത്. അവർ ലണ്ടനിൽ പോയി ഇറങ്ങിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇത് വിരൽ ചൂണ്ടുന്നത് വലിയൊരു ചോദ്യചിഹ്നങ്ങളാണ്. കാരണം അവർ പറയുന്ന പോലെ തന്നെ ചോദ്യങ്ങളാണ് ഉത്തരങ്ങളെക്കാട്ടും കൂടുതൽ. നമ്മൾ കരുതിയിരിക്കുന്ന, നമ്മൾ മറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയാൻ മടിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്. മാനസികാവസ്ഥ ഓരോ വ്യക്തിയുടെയും. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും, നിങ്ങൾ ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക. കാരണം നിങ്ങളിൽ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ അർപ്പിച്ച ഒരുപാട് ജീവനുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഉറക്കെ പറയുക. അത് ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത ഓരോ വ്യക്തിക്കും ഉണ്ട്.